Today's topic is chemical kinetics. Before going to the topic, we can discuss about some chemical reactions. You know that in our daily life, we see different type of reactions takes place. First one, combustion of butane. നമ്മളൊരു ഗ്യാസ് സ്റ്റൗവ് അല്ലെങ്കിൽ ഗ്യാസ് ബർണർ കത്തിക്കുകയാണെങ്കിൽ അവിടെ നടക്കുന്ന റിയാക്ഷൻ ആണ് ഇത് കമ്പഷൻ ഓഫ് ബ്യൂട്ടൈൻ. ബ്യൂട്ടൈൻ ഈസ് ദ മെയിൻ കോമ്പണന്റ് ഓഫ് LPG. ഇനി നിങ്ങൾക്കറിയാം കാറിൽ എയർ ബാഗിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ്? അത് അവിടെ എടുക്കുന്ന കെമിക്കൽ സോഡിയം അസൈഡാണ്, NaN3. ഈ സോഡിയം അസൈഡ് ഇപ്പം നമ്മൾ കാറ് കൂട്ടിമുട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൊളീഷനോ നടക്കുമ്പോൾ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ആ ഹീറ്റ് ഡീകമ്പോസ് ചെയ്യും ഏതിനാ? സോഡിയം അസൈഡിന്. then it will form sodium metal and nitrogen gas. ഈ നൈട്രജൻ ഗ്യാസ് ആണ് എയർ ബാഗിൽ എന്ത് ചെയ്യുക? ഫില്ല് ചെയ്യുക. ഇനി നമുക്കറിയാം നമ്മൾ ലാബിലൊക്കെ ചെയ്യുന്ന അയണിക് റിയാക്ഷൻസ്. ഒരു ടെസ്റ്റ് ട്യൂബിൽ സിൽവർ നൈട്രേറ്റ് എടുത്ത് മറ്റേ ടെസ്റ്റ് ട്യൂബിൽ സോഡിയം ക്ലോറൈഡ് എടുത്ത് ഈ രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? വൈറ്റ് പ്രിസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് സിൽവർ ക്ലോറൈഡ്. ഇപ്പം നമ്മളിവിടെ കണ്ട ഈ 3 റിയാക്ഷനും എന്താണ്? ഫാസ്റ്റ് റിയാക്ഷൻ ആണ്. ഇനി നിങ്ങൾക്ക് ഇതിലും ഫെമിലിയർ ആയിട്ടുള്ള റിയാക്ഷൻ ആണ് ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത്. ഇപ്പം നമ്മളൊരു ഇരുമ്പാണി ഒരു ബീക്കറിൽ വെള്ളം എടുത്തിട്ട് അതിലിട്ട് വെക്കുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ടൊന്നും ആ റിയാക്ഷൻ എന്ത് ചെയ്യില്ല? കംപ്ലീറ്റ് ആവില്ല. ഈ മാസങ്ങളോളം എടുക്കും ആ റിയാക്ഷൻ എന്ത് ചെയ്യണമെങ്കിൽ കംപ്ലീറ്റ് ആവണമെങ്കിൽ. ഇപ്പം നിങ്ങൾക്കറിയാം ഇത് റസ്റ്റ് അല്ലെങ്കിൽ തുരുമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? Fe2O3 XH2O. ദാറ്റ് മീൻസ് ഈ റിയാക്ഷൻ എന്താണ്? വെരി സ്ലോ പ്രോസസ്. ഇനി ഇതേപോലെ തന്നെയുള്ള ഒരു സ്ലോ പ്രോസസ്സാണ് ഡയമണ്ട് ഗ്രാഫൈറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇത് മില്യൺ ഓഫ് ഇയേഴ്സ് എടുക്കും എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഫാസ്റ്റ് റിയാക്ഷനും കണ്ട് സ്ലോ റിയാക്ഷനും കണ്ട് ഇതിൻ്റെ ഇടയിലുള്ള മോഡറേറ്റ് സ്പീഡിൽ നടക്കുന്ന റിയാക്ഷൻ ഉണ്ട്. അതിന് എക്സാമ്പിളാണ് ഫോട്ടോസിന്തസിസ്, അതേപോലെ ഈ ഹൈഡ്രോളിസിസ് ഓഫ് സ്റ്റാർച്ച്. അപ്പം 3 ടൈപ്പ് റിയാക്ഷൻസ് കണ്ട് ഈ റിയാക്ഷൻസ് ക്ലാസിഫൈ ചെയ്തത് ഓൺ ദ ബേസിസ് ഓഫ് ദയർ സ്പീഡ്. അപ്പോൾ നമ്മൾ ഈ കെമിക്കൽ കൈനറ്റിക്സിൽ പഠിക്കുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? സ്പീഡ് ഓഫ് ദ റിയാക്ഷൻ ഓർ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. സ്പീഡ് ഓഫ് ദ റിയാക്ഷൻ ഓർ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ ഫസ്റ്റ് ഇയറിൽ തെർമോഡൈനാമിക്സ് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചത് എന്താ? ദ ഫീസിബിലിറ്റി ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ദെൻ വാട്ട് ഈസ് ഫീസിബിലിറ്റി ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ? അതായത് കെമിക്കൽ റിയാക്ഷൻ നടക്കോ ഇല്ലേ എന്ന് പറയുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ഫീസിബിലിറ്റി. ഇനി കെമിക്കൽ ഇക്വിലിബ്രിയം എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ എന്താ പഠിച്ചത്? ദ എക്സ്റ്റെൻഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ദാറ്റ് മീൻസ് ഒരു കെമിക്കൽ റിയാക്ഷൻ ഏതുവരെ നടക്കും എന്നുള്ളതാണ് ഏത്? എക്സ്റ്റെൻഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. അത് ഏതിൽ പഠിച്ച്? കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ. ഇനി ഈ കെമിക്കൽ കൈനറ്റിക്സിൽ നമ്മൾ പഠിക്കുന്നത് ഏതാണ്? സ്പീഡ് ഓർ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ദാറ്റ് ഈസ് കെമിക്കൽ കൈനറ്റിക്സ് ഈസ് ദ branch of physical chemistry which deals with rate of reaction, factors affecting the rate of reaction and mechanism of chemical reaction. അപ്പോൾ 3 കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ ഈസ് rate of reaction, rate or speed of reaction, then factors affecting the speed of reaction and mechanism of a chemical reaction. ഇത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒരു കെമിക്കൽ ചേഞ്ചിൻ്റെ അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുകയെന്ന്? ഇപ്പം നമുക്കറിയാം, ഒരു ബസ്സിൽ നമ്മൾ പോവുകയാണെങ്കിൽ ബസ്സിൻ്റെ സ്പീഡ് എന്തിൻ്റെ ബേസിലാണ് നമ്മൾ കണ്ടുപിടിക്കുക? ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് പെർ യൂണിറ്റ് ടൈം. ഡിസ്റ്റൻസ് ട്രാവൽ പെർ യൂണിറ്റ് ടൈം, അതല്ലെങ്കിൽ ചേഞ്ച് ഇൻ പൊസിഷൻ. അപ്പോൾ നമ്മൾ കിലോമീറ്റർ പെർ അവർ. അതേപോലെ കെമിക്കൽ റിയാക്ഷൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ്? കെമിക്കൽ ചേഞ്ചിൻ്റെ ബേസിൽ, അതല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ചേഞ്ചിൻ്റെ ബേസിൽ. ഇപ്പോൾ ഇവിടെ നോക്കിയാട്ടെ, R gives P. R എന്നുള്ളത് റിയാക്റ്റൻറ്റ്, P എന്നുള്ളത് പ്രോഡക്റ്റ്. ദെൻ ഈ കേസിൽ അല്ലെങ്കിൽ ഈ കെമിക്കൽ റിയാക്ഷൻ്റെ ഇതിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് either the concentration of any one of the reactants or the concentration of any one of the product. അപ്പം ഈ കേസിൽ ഒരു റിയാക്റ്റൻ്റേ ഉള്ളൂ, ഒരു പ്രോഡക്റ്റേ ഉള്ളൂ. അപ്പം റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷനിലും സ്പീഡ് ഓർ റേറ്റ് ഓഫ് റിയാക്ഷൻ എക്സ്പ്രസ് ചെയ്യുക, അതല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനിലും എന്ത് ചെയ്യുക? സ്പീഡ് അല്ലെങ്കിൽ റേറ്റ് എക്സ്പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ദ റേറ്റ്, ദാറ്റ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. അപ്പം റേറ്റ് ഓഫ് റിയാക്ഷന് ഐദർ ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ഓർ ദ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് എന്നാണ് പറഞ്ഞത്. അപ്പം റിയാക്റ്റൻസിൻ്റെ കോൺസെൻട്രേഷൻ അവിടെ എന്താണെന്ന് ചെയ്യുക? നമ്മളൊരു റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പം കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. അത് എന്ത് ചെയ്ത് വരും?
ഡിക്രീസ് ചെയ്ത് വരും. അതേസമയം പ്രോഡക്ട്സിൻ്റെ കോൺസെൻട്രേഷൻ എന്താ, ആദ്യം മിനിമം ആയിരിക്കും, പിന്നെ എന്ത് ചെയ്യുമ്പോൾ ഇൻക്രീസ് ചെയ്ത് വരും. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണ്, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ഡിക്രീസ് ചെയ്യാണ്, കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്ട്സ് എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ റേറ്റ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ പെർ യൂണിറ്റ് ടൈം ഓർ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ പെർ യൂണിറ്റ് ടൈം. അപ്പോൾ നമുക്ക് എഴുതാം റേറ്റ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ per unit time, അതല്ലെങ്കിൽ concentration divided by time. Then what is the unit of rate of reaction എന്ന് വെച്ചാൽ എന്താ പറയുക, കോൺസെൻട്രേഷൻ്റെ യൂണിറ്റ് നമ്മൾ സാധാരണയായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് ഏതില്ല, മോൾ പെർ ലിറ്റർ. ഇനി ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡിലും എക്സ്പ്രസ് ചെയ്യുക, അതല്ലെങ്കിൽ മിനിറ്റിലും എക്സ്പ്രസ് ചെയ്യുക. അപ്പം വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് മോൾ പെർ ലിറ്റർ. ദാറ്റ് ഈസ് ദ യൂണിറ്റ് ഓഫ് റേറ്റ് ഈസ് ഈക്വൽ ടു മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. ഏതാണ് മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. ഇനി ടൈം മിനിറ്റിലാണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, മോൾ ലിറ്റർ ഇൻവേഴ്സ് മിനിറ്റ് ഇൻവേഴ്സ്. ഇനി റിയാക്റ്റൻസ് ഗ്യാസസ് ആണെങ്കിൽ ഗ്യാസിൻ്റെ കോൺസെൻട്രേഷൻ ഒരിക്കലും മോൾ പെർ ലിറ്റർ എന്നല്ല നമ്മൾ പറയുന്നത്, പാർഷ്യൽ പ്രഷർ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ എന്ന്. ദെൻ ദ യൂണിറ്റ് ഈസ് റിയാക്റ്റൻസ് ഗ്യാസസ് ആണെങ്കിൽ റേറ്റ് ഓഫ് റിയാക്ഷൻ്റെ യൂണിറ്റ് എന്താണെന്ന് വെച്ചാൽ ATM സെക്കൻഡ് ഇൻവേഴ്സ്, അതല്ലെങ്കിൽ ATM മിനിറ്റ് ഇൻവേഴ്സ്. അപ്പം റേറ്റ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ടൈം. അപ്പം നമുക്ക് ആദ്യം കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസിൻ്റെ ടൈമിൽ റേറ്റ് എങ്ങനെ എഴുതാൻ നോക്കുക. അപ്പം റേറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ, ദാറ്റ് ഈസ് ചേഞ്ച് എന്ന്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താ, ചേഞ്ച് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. ദെൻ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടാൽ കോൺസെൻട്രേഷൻ, ദെൻ R ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടൈം. അപ്പം റേറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് R ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇനി നമ്മളിവിടെ മൈനസ് എന്ന് ചേർക്കണം. മൈനസ് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ, ആദ്യം പറഞ്ഞ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് എന്ത് ചെയ്യാണ്, ഡിക്രീസ് ചെയ്യുക. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ഡിക്രീസ് ചെയ്യുമ്പോൾ എപ്പോഴും ഫൈനൽ വാല്യൂ ഇനീഷ്യൽ വാല്യൂവിനേക്കാളും എന്തായിരിക്കും, കുറവായിരിക്കും. ഇവിടെ ഇപ്പം R എന്ന് പറഞ്ഞാൽ എന്താ, R2 മൈനസ് R1. R2 ഫൈനൽ വാല്യൂ ആണ്, R1 എന്താണ്, ഇനീഷ്യൽ വാല്യൂ. അപ്പം R2 കുറവും R1 കൂടുതലും ആകുമ്പോഴെന്താ ഉണ്ടാവുക, നെഗറ്റീവ് വാല്യൂ കിട്ടുക. അപ്പം റൈറ്റ് ഒരിക്കലും നെഗറ്റീവ് ആവില്ല, അപ്പം റൈറ്റ് പോസിറ്റീവ് ആയിരിക്കും. അപ്പം റൈറ്റ് പോസിറ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, മൈനസ് കൊടുക്കണം. ആണെങ്കിൽ ഞാനൊരു ഇത് പറഞ്ഞുതരാം. അപ്പം ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഒരു 10 മോൾ പെർ ലിറ്റർ ആണെന്ന് വിചാരിക്കുക. ഫൈനൽ കോൺസെൻട്രേഷൻ എന്താണ്, അപ്പം റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് 10 മോൾ പെർ ലിറ്റർ ഉള്ളത്. റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് എന്തെയും ഡിക്രീസ് ചെയ്യും. അപ്പോൾ 10 മോൾ പെർ ലിറ്ററിന് എന്തായിട്ട് മാറും, 5 മോൾ പെർ ലിറ്റർ ആവും. അപ്പോൾ ഇവിടെ R2 5 ആവും, R1 എന്താണ്, 10 ആണ്. R2 5 R1 10. ദാറ്റ് മീൻസ് 5 മൈനസ് 10 വരും. അപ്പം നെഗറ്റീവാണ് വരിക. അപ്പം റൈറ്റ് ഒരിക്കലും നെഗറ്റീവ് ആവില്ല. അപ്പം ആ നെഗറ്റീവ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എന്ത് കൊടുത്തത്, ഡെൽറ്റ R ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്നുള്ളത് എന്ത് കൊടുത്തത്, മൈനസ് കൊടുത്തത്. ഇനി പ്രോഡക്റ്റിൻ്റെ ഇതിൽ റേറ്റ് എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കൊടുത്താൽ മതി, റേറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇവിടെ നമുക്ക് നെഗറ്റീവിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ടാണ്, ഫൈനൽ വാല്യൂ ആയിരിക്കും എപ്പോഴും ഇനീഷ്യൽ വാല്യൂവിനേക്കാളും എന്ത് കൂടുതലുണ്ടാവുക. ഇനി നമുക്ക് ഇങ്ങനെ എഴുതി നോക്കാം. ഡെൽറ്റ R എന്ന് പറഞ്ഞാൽ R2 മൈനസ് R1 എന്ന് പറഞ്ഞു. ഇനി R2 എന്നുള്ളത് ടൈം T2ലും R1 എന്നുള്ളത് ഏതിലാണ്, T1ൽ. ദാറ്റ് ഈസ് ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താ എഴുതാം, T2 മൈനസ് T1. അതായത് ഡെൽറ്റ R ബൈ ഡെൽറ്റ ടി എന്നുള്ളത് എങ്ങനെ എഴുതാൻ പറ്റും, R2 മൈനസ് R1 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1. ഇനി മൈനസ് കൊടുക്കുമ്പോൾ എന്താ എഴുതാം, റൈറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ R ബൈ ഡെൽറ്റ ടി മൈനസ് ഡെൽറ്റ R ബൈ ഡെൽറ്റ ടി വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് R2 മൈനസ് R1 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1. ഇത് നമ്മൾ ഏതിൻ്റെ കേസിൽ എഴുതിയതാണ്, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ്. ഇനി പ്രോഡക്റ്റിൻ്റെ കേസിൽ എങ്ങനെ എഴുതാൻ നോക്കുക. ദാറ്റ് ഈസ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ദെൻ ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം, P2 മൈനസ് P1 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ T2 മൈനസ് T1. ദാറ്റ് ഈസ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു
P2 minus P1 divided by T2 minus T1. അപ്പം ഈ കേസിൽ നെഗറ്റീവിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഇത് നിങ്ങൾക്കറിയാം, ഒരു റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റോ ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ റിയാക്ഷൻ്റെ പിന്നെ ഫൈനൽ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെ നമ്മൾ റിയാക്ഷൻ റേറ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ദാറ്റ് റേറ്റ് ഈസ് കോൾഡ് ആസ് ദ ആവറേജ് റേറ്റ്. അപ്പം ആവറേജ് റേറ്റ് എന്ന് പറഞ്ഞാൽ the rate measured at a particular interval of time. അതായത് ഡെൽറ്റ ടി ഒരു കുറച്ച് ലാർജ് ഇൻ്റർവെൽ ഓഫ് ടൈമിലാണെങ്കിലാണ് നമ്മൾ ഇതിനെന്തെന്ന് പറയുന്നത് ആവറേജ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പം ആവറേജ് റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ആവറേജ് റേറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് R2 മൈനസ് R1 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1. അതേപോലെ ആവറേജ് റേറ്റ് ഈസ് ഈക്വൽ ടു P2 minus P1 divided by T2 minus T1. ഇനി നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു ബസ്സിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ഒരു ത്രൂ ഔട്ട് ഒരേ സ്പീഡിലായിരിക്കില്ല ആ ബസ് പോകുന്നത്. അതേപോലെ തന്നെ ഒരു കെമിക്കൽ റിയാക്ഷനും എന്ത് ചെയ്യുന്നില്ല, കെമിക്കൽ റിയാക്ഷൻ ഡസ് നോട്ട് പ്രൊസീഡ് വിത്ത് യൂണിഫോം റേറ്റ്. അതെന്തുകൊണ്ടാണ്? കോൺസെൻട്രേഷനിൽ ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് കോൺസെൻട്രേഷനിലും എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ആവറേജ് റേറ്റ് അത്ര ഇതല്ല. എന്താണെന്ന് വെച്ചാൽ ഡെൽറ്റ ടി കുറച്ച് ലാർജ് ആകുമ്പോഴൊക്കെ, അല്ലെങ്കിൽ ലാർജ് ഇൻ്റർവെൽ ഓഫ് ടൈമിലാണ് നമ്മളിത് കാണുന്നത്. ആവറേജ് റേറ്റ് മെഷേർഡ് അറ്റ് എ പെർട്ടിക്കുലർ ഇൻ്റർവെൽ ഓഫ് ടൈം. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ആ പെർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം, അതല്ലെങ്കിൽ പെർട്ടിക്കുലർ മൊമെന്റ് ഓഫ് ടൈമിൽ റേറ്റ് എന്ത് ചെയ്യണം, മെഷർ ചെയ്യണം. ദെൻ ദാറ്റ് റേറ്റ് ഈസ് നോൺ ആസ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. എന്താണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്? അതായത് ഇൻസ്റ്റന്റേനിയസ് റേറ്റിൽ ഡെൽറ്റ ടി സ്മോൾ വാല്യൂ ആയിരിക്കും, അതല്ലെങ്കിൽ ഡെൽറ്റ ടി ടെൻസ് ടു 0. അപ്പോൾ നമ്മളെങ്ങനെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എഴുതാമെന്ന് വെച്ചാൽ റേറ്റ് ഇൻസ്റ്റന്റേനിയസ് ഈസ് ഈക്വൽ ടു dr ഡിവൈഡഡ് ബൈ dt മൈനസ് dr ഡിവൈഡഡ് ബൈ dt, അതല്ലെങ്കിൽ എന്താ എഴുതാം, dp ഡിവൈഡഡ് ബൈ dt. അതായത് ഡെൽറ്റ എന്നുള്ളത് എന്താക്കി മാറ്റി, d മാറ്റി. അപ്പം സ്മോൾ ചേഞ്ചേ ഉള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇനി എങ്ങനെ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം. കോൺസെൻട്രേഷൻ എഗെയിൻസ്റ്റ് ടൈം, കോൺസെൻട്രേഷൻ y ആക്സിസിലും ടൈം x ആക്സിസിലും. ഇനി കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസിൻ്റെ ഇതിലാണ് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ ഗ്രാഫ് ഇതേപോലെയാണ് ഇരിക്കുക, അതായത് താഴോട്ട് വന്നുകൊണ്ട്. അപ്പോൾ താഴോട്ട് വരുമ്പോൾ ഇനി അവൻ സ്ലോപ്പ് എന്തായിരിക്കും, നെഗറ്റീവാണ്. ഇനി ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഏത് ടൈമിലാണോ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് നമുക്ക് കണ്ടുപിടിക്കുന്നത് ആ ടൈമിൻ്റെ നേരെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ആ പോയിന്റ് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ടാൻജന്റ് വരക്കുക. ആ ടാൻജന്റിൻ്റെ സ്ലോപ്പ് ആയിരിക്കും എന്ത്, ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ഇനിയിപ്പം പ്രോഡക്റ്റ് ആണെങ്കിൽ ഗ്രാഫ് നേരെ തിരിച്ചായിരിക്കും കേട്ടോ. പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷനിലാണ് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നതെങ്കിൽ. ഇപ്പോൾ ഈ ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ എന്തായിരിക്കും, dr കൂടുതലും dt കുറവായിരിക്കും. dr കൂടുതലും വരും, dt എന്ത് ചെയ്യും, കുറവായിരിക്കും. ദാറ്റ് മീൻസ് റേറ്റ് എന്താണ്, അല്ലെങ്കിൽ സ്പീഡ് കൂടുതലായിരിക്കും. ഇനി റിയാക്ഷൻ അവസാനിക്കുന്ന സമയത്താണെങ്കിലോ dr കുറവും dt എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ സ്പീഡ് എന്താണ്, കുറവാണെന്ന് വരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്, റേറ്റ് എന്താണെന്ന് പഠിച്ച്, റേറ്റിൻ്റെ യൂണിറ്റ് എന്താണെന്ന് പഠിച്ച്, ആവറേജ് റേറ്റ്, ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ഇനി നമുക്ക് എങ്ങനെയാണ് റേറ്റിനെ എക്സ്പ്രസ് ചെയ്യാമെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് എങ്ങനെ നമുക്ക് റേറ്റിനെ എക്സ്പ്രസ് ചെയ്യാം. അപ്പം എക്സ്പ്രഷൻ ഫോർ റേറ്റ് ഓഫ് റിയാക്ഷൻ. ഇപ്പോൾ ഈ ഒരു ഇക്വേഷൻ നോക്കിയിട്ട് Hg പ്ലസ് Cl2 gives HgCl2. ഇവിടെ റിയാക്റ്റൻസ് ഏതൊക്കെ, HgCl2, ദെൻ പ്രോഡക്റ്റ് HgCl2. ഇത് നിങ്ങൾ നോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 3 പേരും എന്താണ്, 1 മോളാണ്. അപ്പം റേറ്റ് നമ്മൾ എഴുതുമ്പോൾ either the concentration of reactants or the concentration of products. അപ്പം rate is equal to minus delta Hg divided by delta T, which is equal to minus delta Cl2 divided by delta T, which is equal to delta HgCl2 divided by delta T. അപ്പോൾ മൂന്നും എന്താണ്, ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം rate of reaction is equal to rate of disappearance of Hg is equal to rate of disappearance of chlorine, which is equal to the rate of appearance of HgCl2. അതെന്തുകൊണ്ടാണ്, റിയാക്റ്റൻസ് ഡിസപ്പിയർ ചെയ്യാണ്, പ്രോഡക്റ്റ് എന്ത് ചെയ്യാണ്, അപ്പിയർ ചെയ്യാണ്. റിയാക്റ്റൻസിൻ്റെ കേസിൽ മൈനസ് യൂസ് ചെയ്തിട്ടുണ്ട്, പ്രോഡക്റ്റിൻ്റെ കേസിൽ എന്ത് വേണ്ട, മൈനസ് വേണ്ട.
ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. PCl5 gives PCl3 plus Cl2. ഇവിടെ 3 പേരും എന്താണ് 1 മോൾ തന്നെയാണ് അല്ലേ. PCl5 റിയാക്റ്റൻ്റ് ആണ്, PCl3 പ്രോഡക്റ്റ് ആണ്, Cl2 പ്രോഡക്റ്റ് ആണ്. അപ്പം നേരത്തെ എഴുതിയ പോലെ തന്നെ നമുക്ക് എഴുതാം. പറയാൻ പറ്റില്ലേ എങ്ങനെയായിരുന്നു? റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ PCl5 divided by delta T, which is equal to delta PCl3 divided by delta T is equal to delta Cl2 divided by delta T. PCl5 ന്റെ കേസിൽ മാത്രം നെഗറ്റീവ്. That is rate of reaction is equal to rate of disappearance of PCl5, which is equal to rate of appearance of PCl3 and is equal to rate of appearance of Cl2. ഇനി വേറൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. 2HI gives H2 plus I2. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടതിൽ വ്യത്യാസമാണ്. എന്താണെന്ന് വെച്ചാൽ എല്ലാം സെയിം മോളല്ല. HI 2 ആണ്, H2 I2 എന്താണ് 1 മോളാണ്. അപ്പോൾ ഇവിടെ നോക്കിയിട്ട് ഇപ്പോൾ നമ്മളൊരു എക്സാം ഇതെടുത്തിട്ട് ഇപ്പോൾ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 10 ആണെന്ന് വിചാരിക്കും, ഹൈഡ്രജൻ്റെയും അയഡിൻ്റെതും. പക്ഷേ HIൻ്റെത് 10 ആവണമെന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ 1 മോൾ ആകുമ്പോൾ ഇത് 2 മോളാണ്. അപ്പോൾ 10 മോളാണ് ഹൈഡ്രജൻ എങ്കിൽ ഹൈഡ്രജൻ അയഡൈഡ് എന്തായിരിക്കും? 20 മോളായിരിക്കും. അതായത് ഇപ്പം ഹൈഡ്രജൻ അയഡൈഡ് 2 മോളാണ്, ഹൈഡ്രജൻ 1 മോളാണ്, അയഡിൻ 1 മോളാണ്. അപ്പം ഹൈഡ്രജൻ്റെയും അയഡിൻ്റെയും കോൺസെൻട്രേഷൻ എത്രയാണോ അതിൻ്റെ ഇരട്ടി ആയിരിക്കും ഏതിലെന്നാണ് കാണിക്കുന്നത്? ഹൈഡ്രജൻ അയഡൈഡിൻ്റെ. അപ്പോൾ നമുക്ക് ഈ റിയാക്ഷൻ ഒന്ന് എഴുതി നോക്കാം. റേറ്റ് ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു minus delta HI divided by delta T is equal to delta H2 divided by delta T is equal to delta I2 divided by delta T. അപ്പം ഒരു കേസിൽ മാത്രമേ നെഗറ്റീവ് മതി, റിയാക്റ്റൻസിൻ്റെ കേസിൽ മൈനസ് ഡെൽറ്റ HI ബൈ ഡെൽറ്റ ടി. ഇനിയിപ്പോൾ ഈ കേസിൽ നമുക്ക് പറയാൻ പറ്റില്ല. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ഹൈഡ്രജൻ അയഡൈഡ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് ഹൈഡ്രജൻ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് അയഡിൻ. എന്തുകൊണ്ടാണ്? നമ്മൾ തുടക്കത്തിലേ കണ്ട് എത്രയാണോ ഹൈഡ്രജനും അയഡൈഡും എടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയാണ് ഏതുണ്ടാവുക? ഹൈഡ്രജൻ അയഡൈഡ് ഉണ്ടാവുക. അപ്പം 2 എന്നുള്ളത് ഈ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് ആണ്, അതല്ലെങ്കിൽ ബാലൻസ്ഡ് ഇക്വേഷൻ അനുസരിച്ചിട്ടുള്ള കോഎഫിഷ്യൻ്റ് ആണ്. അപ്പം നമ്മളിത് 3ഉം ഈക്വൽ ആവണമെങ്കിൽ ഈ കോഎഫിഷ്യൻ്റ് കൊണ്ട് എന്ത് വേണം? ഡിവൈഡ് ചെയ്യണം. അപ്പം നമുക്ക് റേറ്റ് എങ്ങനെ എഴുതാം? Rate of reaction is equal to minus 1/2 delta HI divided by delta T, which is equal to delta H2 divided by delta T is equal to delta I2 divided by delta T. അതായത് ഇത് 3ഉം ഇപ്പം ഈക്വൽ ആയി. അപ്പം റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് hydrogen iodide is equal to rate of appearance of hydrogen is equal to rate of appearance of iodine. ഇത് നമുക്കൊരു ഇക്വേഷൻ തന്നാൽ എഴുതാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ നോക്കിയാട്ടെ, N2 plus 3H2 gives 2NH3, that is അമോണിയൻ്റെ പ്രിപ്പറേഷൻ. ഇവിടെ കോഎഫിഷ്യൻറ്റ് ബാലൻസ്ഡ് ഇക്വേഷനിലുള്ള കോഎഫിഷ്യൻറ്റ് അല്ലെങ്കിൽ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നൈട്രജൻ്റെത് ഏതാണ്? 1 ആണ്, ഹൈഡ്രജൻ്റെത് 3 ആണ്, അമോണിയൻ്റെത് 2 ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും റേറ്റ് എക്സ്പ്രസ് ചെയ്യാം? റേറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ N2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് 1/3 ഡെൽറ്റ H2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു എന്താ വരും? 1/2 ഡെൽറ്റ NH3 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അപ്പം എങ്ങനെയാണ് വരിക? റേറ്റ് ഈസ് ഈക്വൽ ടു minus delta N2 divided by delta T which is equal to 1/3 minus 1/3 delta H2 divided by delta T which is equal to 1/2 delta NH3 divided by delta T. That means നൈട്രജൻ്റെ കേസിലും ഹൈഡ്രജൻ്റെ കേസിലും നമ്മൾ നെഗറ്റീവ് യൂസ് ചെയ്യും, ബിക്കോസ് ദേ ആർ റിയാക്റ്റൻസ് ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് nitrogen is equal to rate of disappearance of hydrogen which is equal to rate of appearance of ammonia. അതായത് നൈട്രജനും ഹൈഡ്രജനും എന്താണ്? ഡിസപ്പിയറൻസ്, അമോണിയ എന്താണ്? അപ്പിയറൻസും. ഇനി ഇപ്പം ഇത് ഇങ്ങനെയാണെങ്കിൽ നമ്മളൊരു ജനറൽ ഇക്വേഷൻ കൊടുക്കുകയാണ്. ജനറൽ ഇക്വേഷൻ എങ്ങനെയാ? A plus B gives C plus D. അതായത് സ്മോൾ ലെറ്റർ A B C D,
സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും റേറ്റിനെ എക്സ്പ്രസ് ചെയ്യുക? പറഞ്ഞൂടെ, റേറ്റ് ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? -1/a delta a by delta t, which is equal to -1/b delta b by delta t, which is equal to 1/c delta c by delta t, which is equal to 1/d delta d by delta t. അപ്പോൾ ഇതാണ് റേറ്റിനെ എക്സ്പ്രസ് ചെയ്യുന്ന മെത്തേഡ്. ഇന്നിപ്പം നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചിരുന്നത്? റേറ്റ് ഓഫ് റിയാക്ഷൻ, റേറ്റിൻ്റെ യൂണിറ്റ്, ദെൻ ആവറേജ് റേറ്റ്, ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ്, റേറ്റ് ഓഫ് റിയാക്ഷൻ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതും, പിന്നെ ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക, ആവറേജ് റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. നെക്സ്റ്റ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.